അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്ന ഗ്രൂപ്പിൽ എന്ന് പറയും. അപ്പോൾ അയാൾ കൂടുതൽ ചോദ്യം ചെയ്യാൻ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയമാണോ, എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ സഹപാഠികളാണ്, ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗദ്ഗതങ്ങൾ മൊത്തം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പല ഭർത്താക്കന്മാരും കുടുംബ പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒതുങ്ങിക്കഴിയുന്നതാണ്. അതായത് ഇപ്പോഴും 40 വയസ്സൊക്കെ ആയ ടീമുകൾ പലതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടിയിൽ പോയിട്ട് പെട്ടിട്ടാണുള്ളത്. ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്ത്രീയെ മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത്, പുരുഷന്മാരെയും കുറ്റം പറഞ്ഞൂടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതായത് ഇവിടെ ഇപ്പോഴും എന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീൻ്റെ കയ്യിലാണ്. അതായത് ഇനി എത്രത്തോളം അച്ഛനുണ്ടെങ്കിലും ശരി, ആ 2 കുട്ടികൾക്ക് ഈ അമ്മയെ നഷ്ടപ്പെട്ടത് തന്നെയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഒരു വീട്ടമ്മക്ക് നഷ്ടപ്പെട്ടത് പണവും അവരുടെ ഒരുപാട് മാനവുമാണ്. പണവും മാനവും ഒക്കെയാണ്. അതുമാത്രവുമല്ല, നിരവധി പേരുടെ കുടുംബം കലങ്ങിയിട്ടുണ്ട്. അതായത് സ്കൂൾ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു സംഭവം, റീയൂണിയൻ എന്ന് പറയുന്ന പേരിൽ ഇന്ന് പല കുടുംബങ്ങളിലും വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെയുള്ള സ്കൂൾ ഗ്രൂപ്പുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരിങ്ങനെ ചാറ്റിംഗ് അല്ലേ. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചാറ്റിംഗാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ കുറച്ച് കാലം ഇങ്ങനെ ചാറ്റിംഗ് നടക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യൽ. ഈ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ കടം ചോദിക്കും, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥിതിയാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് വളരെയധികം ക്ഷീണിച്ച് പരവശമായിട്ട് അയാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അപ്പോഴുണ്ടാകും ഇപ്പുറത്തെ റൂമിലോ ഇപ്പുറത്തെ ഇറയത്തോ ഇരുന്നിട്ട് പൊട്ടിച്ചിരികളും ആർത്തട്ടഹാസങ്ങളും ഒക്കെ കേൾക്കാം. ഇതാണ് അതായത് ഈ സ്കൂൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന 98% ഗ്രൂപ്പുകളിലും നടക്കുന്ന നാണംകെട്ട പരിപാടിയാണിത്. എല്ലാവരും ഇതിൻ്റെ ഇതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ നടക്കുന്ന പല പരിപാടികളും സ്കൂൾ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇന്ന് പയ്യന്നൂർ നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതമംഗലത്തുള്ള അനില എന്ന് പറയുന്ന സ്ത്രീയും അതുപോലെ സുദർശൻ പ്രസാദ് എന്ന് പറയുന്ന ആ ഒരു യുവാവും, ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഒരേ നാട്ടുകാരിയാണ്. അതുപോലെ തന്നെ ഈ അനില എന്ന് പറയുന്നത് മാതമംഗലത്തിൽ ജോലിക്ക് പോകുന്നതാണ്. രണ്ടുപേരും വിവാഹിതരാണ്, ഒന്നിച്ചു പഠിച്ചവരാണ്, അതുപോലെ തന്നെ ഈ 2 മക്കളുള്ളവരുമാണ്. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഇവൻ്റെ കൂടെ 22 കിലോമീറ്റർ, അതായത് ഈ സുദർശൻ പ്രസാദ് എന്ന് പറയുന്നവൻ്റെ കൂട്ടുകാരൻ അവനെ നോക്കാൻ ഏൽപ്പിച്ചൊരു വീടുണ്ട്. മോനെ ഒന്നീ വീട് നോക്കണം, ഞാൻ ടൂറ് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കൂട്ടുകാരൻ, ബെറ്റി എന്ന് പറയുന്ന കൂട്ടുകാരൻ ഇവനെ ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. നായ്ക്ക് ഭക്ഷണം കൊടുക്കുക, അതാണ് മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു സംശയമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ വീട് വെക്കാൻ കണ്ട ആ മനുഷ്യന് ഒരു 2 CCTV കൂടി വെച്ചിട്ട് ആ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് എവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം എന്നുള്ളതാണ്. അതിനുള്ള സൗകര്യമില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഏതായാലും അതൊക്കെ പോട്ടെ. അപ്പോഴാണ് ഇവനിങ്ങനെ ഒരു വീട് കിട്ടിയിട്ടുണ്ട്, നല്ല AC റൂമുണ്ട് അതിൻ്റെ അകത്ത്, നല്ല വലിയ വീടാണ്, അവിടെ നമുക്ക് ഓടിക്കളിക്കാം, അവിടെ നമുക്ക് പറന്ന് ഇത് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിപ്പിച്ച് അങ്ങനെ സ്ത്രീ നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല അടിപൊളിയായിട്ടാണ് ഇവൻ്റെ കൂടെ വരുന്നത്. അങ്ങനെ ബൈക്കിൽ 2 പേരും കൂടി ഈ വീട്ടിലേക്ക് വന്നു. ചിലപ്പോൾ അയൽവക്കക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ആർക്കും സംശയമൊന്നുമില്ലല്ലോ, എന്തിനാ സംശയിക്കുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെ അവർ എങ്ങനെയാണ് പിന്നെ ഇത് സംഭവിച്ചതെന്നറിയില്ല. ആ രാവിലെ ഈ വീട്ടുടമസ്ഥൻ വന്ന് നോക്കുമ്പോൾ ആ ഒരു സ്ത്രീ അവിടെ മരിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ ഈ യുവാവിനെ അയാളുടെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിലുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ ആ തർക്കത്തിനൊടുവിൽ ചിലപ്പോൾ ഇത് സംഭവിച്ചതായിരിക്കാം. ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് കുടുംബം തകർത്തിട്ട് ഒളിച്ചോടണം എന്ന്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പറയും നമുക്ക് ഒളിച്ചോടൊന്നും വേണ്ട, നമുക്ക് ഇതേപോലെ അങ്ങ് പോയാൽ മതി എന്ന് പറയും. പിന്നെ ചില ആണുങ്ങളും പറയും നമുക്ക് ഇതേപോലെ അങ്ങ് പോയാൽ മതി, ഒളിച്ചോടൊന്നും വേണ്ട, ആരും അറിയാതെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അതായത് ജാരി എന്നുള്ള തരത്തിൽ തന്നെ. പിന്നെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആൺസുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിപ്പം ഭയങ്കര ലഘൂകരിക്കലാണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഈ ആൺസുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ്, ഏത് സമയത്തും വിളിക്കാം. അതുപോലെ തന്നെ സഹപാഠികൾ എന്നുള്ള ആ ഒരു ലെവലിൽ ഏത് സമയത്ത് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. ഇപ്പം നട്ടപാതിരക്ക് രാത്രി 2 മണിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അങ്ങോട്ട് തിരിച്ചയക്കും, എടാ ഞാൻ ഉറങ്ങുകയാണ് കേട്ടോ, നാളെ രാവിലെ വിളിക്കേ. എടി ഇവിടെ ഉറങ്ങാനായിട്ടില്ല, ഇവിടെ നമ്മൾ വിദേശത്ത് ഇത്ര സമയമായുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഭർത്താവ് ചോദിക്കും ആരാന്ന് വിളിച്ചത് ചോദിക്കും. അന്നേരം പറയും എൻ്റെ കൂടെ പഠിച്ച സുദർശൻ പ്രസാദാണ് വിളിച്ചത്.
അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്ന ഗ്രൂപ്പിൽ എന്ന് പറയും. അപ്പോൾ അയാൾ കൂടുതൽ ചോദ്യം ചെയ്യാൻ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയമാണോ, എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ സഹപാഠികളാണ്, ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗദ്ഗതങ്ങൾ മൊത്തം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പല ഭർത്താക്കന്മാരും കുടുംബ പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒതുങ്ങിക്കഴിയുന്നതാണ്. അതായത് ഇപ്പോഴും 40 വയസ്സൊക്കെ ആയ ടീമുകൾ പലതും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടിയിൽ പോയിട്ട് പെട്ടിട്ടാണുള്ളത്. ഉള്ള കാര്യം പറയുന്നത് എന്താ, അതായത് ഞാൻ പറയുന്നത് പോലെ ഈ ഒരു 85% ആൾക്കാരും ഇങ്ങനെയുള്ള കെണിയിൽ തന്നെയാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആണുങ്ങൾ പൈസ കൊടുക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഓൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. എല്ലാവരും പറയും ഫ്രണ്ട്ഷിപ്പാണ്, സുഹൃത്തുക്കളാണ്, മണ്ണാങ്കട്ടിയാണ്, ഒരു തേങ്ങാക്കൊലിയില്ല. എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും ഒരു ചെറിയൊരു ലഡുപൊട്ടൽ ഉണ്ടാകും. അതിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇനിയിപ്പോൾ ഫ്രണ്ട്ഷിപ്പാന്ന് പറ്റാതെ ഒരു ലഘൂകരണവും വേണ്ട. ഈ നാട്ടിലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം. അവനവൻ്റെ മക്കളും അവനവൻ്റെ ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ജീവിക്കാം. അല്ലാതെ ഇതുപോലെയുള്ള ഇത്തിൽ കണ്ണികൾ നമ്മളെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറാനുണ്ടാകും. നേരെ മറിച്ച് ഈ സുദർശൻ പ്രസാദിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവരൊന്നും പിന്നെ ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ പോലും ചേർന്നിട്ടുണ്ടാവില്ല. അതാണ് കാരണം. എന്താണെന്ന് വെച്ചാൽ അവരൊന്നും അങ്ങനെ ഒരു ഗ്രൂപ്പിലൊന്നും ചേരാൻ ഇവൻ അനുവദിക്കൂല. കാരണം ഇവൻ്റെ സ്വഭാവം ഇവന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങനെ അങ്ങ് പഞ്ചായത്തടിച്ച് വിടും. അതാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഹൃത്ത് ബന്ധങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, അത് തന്നെയാണ്, അവിഹിതം തന്നെയാണ്, വേറെ ഒന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം, ആ ഒരു പിന്നെ സ്ത്രീയുടെ സഹോദരൻ വന്ന് പറയുന്നുണ്ട് ഇതിന് മുന്നേ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു, എന്നിട്ട് അതൊക്കെ തീർത്ത് വിട്ടതാണെന്ന് പറയുന്നുണ്ട്. അല്ല, എനിക്ക് അറിയാൻ മേലാതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇത്രയും പ്രശ്നം നടന്നിട്ടും ഈ സ്ത്രീ പിന്നെയും അവൻ്റെ കൂടെ ബൈക്കിൽ വരണമെങ്കിൽ ആ സ്ത്രീയുടെ അസുഖം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്ത്രീയെ മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത്, പുരുഷന്മാരെയും കുറ്റം പറഞ്ഞൂടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതായത് ഇവിടെ ഇപ്പോഴും എന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീൻ്റെ കയ്യിലാണ്. അതായത് ഇനി എത്രത്തോളം അച്ഛനുണ്ടെങ്കിലും ശരി, ആ 2 കുട്ടികൾക്ക് ഈ അമ്മയെ നഷ്ടപ്പെട്ടത് തന്നെയാണ്. കാലം ദുഃഖമുണ്ടാകുമെന്നല്ലാതെ ഒരു പക്ഷേ ഈ സ്ഥാനത്ത് അച്ഛനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഈ കുട്ടികൾക്ക് വലിയ ദുഃഖം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇവർക്കൊരു വലിയൊരു വൃക്ഷമായിട്ടൊരു മാതാവുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു വൃക്ഷമായിട്ട് ഒരിക്കലും ഒരു പിതാവിന് മാറാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു സ്ത്രീയാണ് എപ്പോഴും ചിന്തിക്കേണ്ടത് തൻ്റെ കുടുംബം തൻ്റെ കയ്യിലാണ്, തൻ്റെ കുടുംബത്തിൻ്റെ ഈ പിന്നെ സ്റ്റെയറിങ് ഇരിക്കുന്നത്. അത് ഞാൻ തന്നെ മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നേരെ പോവുള്ളൂ. ഞാനത് വേറെ ആൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നത് ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ നമ്മുടെ കുടുംബത്തിൻ്റെ താളം തെറ്റി എന്നുള്ളതാണ്. അവിടെ ഈ സ്ത്രീക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ത്രീ ഇന്നലെ അവൻ വിളിച്ചപ്പോൾ പോടാ നിൻ്റെ വഴിക്കെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ സ്ത്രീക്ക് അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ വിജയം ആയിരിക്കുമായിരുന്നു. പക്ഷേ അവർക്കത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർക്കും ഇതിനൊക്കെ ഒരാഗ്രഹമുണ്ട്. അവരെയും ഒരുപാട് നാൾ പിന്നെ എന്നാൽ 2 പേരും ചേർന്ന് നല്ല രീതിയിൽ സൂചിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊരു ചാൻസ് ഒത്തു വന്നപ്പോഴേ എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് വരാം, വൈകുന്നേരം ആകുമ്പോഴേക്കും കൊണ്ടുവിടാം എന്നുള്ള ഇതിൽ തന്നെയാണ് അവരവിടുന്ന് വന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം. ഏതായാലും പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. പോലീസുകാർ അന്വേഷിച്ചിട്ടും ഇതിൻ്റെ അകത്തൊരു 4ാമതൊരാളുണ്ട് 5ാമതൊരാളുണ്ട് എന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം വരുമ്പോൾ ഇത് തന്നെയായിരിക്കും. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം അവിടെ വെച്ചിട്ടുണ്ടാകാം. അതിനെ തുടർന്നുണ്ടായ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഈ അവിഹിതത്തിനൊക്കെ വരുമ്പോൾ 2 അടിച്ചിട്ടായിരിക്കും വരിക, ഇല്ലെങ്കിൽ ഒരു കുപ്പിയൊക്കെ കൊണ്ടായിരിക്കും വരിക. അപ്പോൾ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇല്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പൈസ പറ്റിച്ചിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഇവൻ പൈസ പറ്റിച്ചിട്ടുണ്ടാകാം. രണ്ടും നടക്കാം. അതായത് ആണ് പെണ്ണിനെയും പറ്റിക്കുന്നുണ്ട്, പെണ്ണാണിനെയും പറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നടക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഗ്രൂപ്പ് നിങ്ങൾ പരമാവധി ഒഴിവാക്കി നിർത്തിക്കോ മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു നല്ലതിനല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പല ആൾക്കാരും കുറുക്കന്മാരാണ്, പലരും കുറുക്കന്മാരനെയാണ്. അതുകൊണ്ട് അധികം അങ്ങോട്ട് നിങ്ങളങ്ങ് ഇതാകണ്ട. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 20 വർഷം മുമ്പുള്ള കൂട്ടുകാരൊന്നും അല്ല ഇപ്പോഴേ. ആ 20 വർഷം കൊണ്ട് അവരെയൊക്കെ ഇപ്പം 40-42 വയസ്സാകുമ്പോഴേക്ക് അവർ പലതരത്തിലുള്ള മൈൻഡുകളും മാറിയിട്ട് പലതരത്തിലുള്ള ആൾക്കാരായിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗതികളായിരിക്കും. ഇതുപോലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.